ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു മൺഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇത് ഏകദേശം സമയം ഒരു 4:45 ആയിട്ടോ. അപ്പോൾ വെയിലൊന്നും വന്നില്ല. അപ്പോൾ രാവിലെ തന്നെ എൻ്റെ പരിപാടി ചോറ് വെക്കലാണ്. ആദ്യം തന്നെ ചോറിനരി കുക്കറിലിട്ട് കഴിഞ്ഞാൽ പോകാറാകുമ്പോഴേക്ക് അതിൻ്റെ വിസിലൊക്കെ കഴിഞ്ഞ് നമുക്ക് ചോറ് ഊറ്റാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് തന്നെ ചോറ് ഇതാ വെക്കാൻ പോവാണ് കേട്ടോ. ചോറ് അടുപ്പത്ത് വെച്ചു. ആ സമയം കൊണ്ട് നമ്മുടെ മൈസ് ഫ്ലോർ കൊണ്ടൊരു പുട്ടുണ്ടാക്കണം. അതായത് നമ്മുടെ ചോളപ്പൊടി. ഇവിടുത്തെ ആൾക്കാർ മെയിനായിട്ട് കഴിക്കുന്ന സാധനമാണ് കേട്ടോ ഇത്. ഇത് നല്ല ഹെൽത്തി സാധനമാണ്. ഇവിടെയുള്ള ആൾക്കാർ ഇത് പോർജ് പോലെയൊക്കെ ആക്കിയിട്ട് പാപ്പുന്നുണ്ട് കഴിക്കും. നല്ല അടിപൊളി ഒരു സാധനമാണ് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കുഴച്ച് പുട്ടുണ്ടാക്കാൻ വേണ്ടി അത് എടുത്ത് വെച്ചിട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ദൈവമ്മനെ വിളിച്ചു. ദൈവമ്മ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാൻ കമ്പിളി മാറ്റിയപ്പം എണീക്കാമ്മയെന്നും പറഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു 10 മിനിറ്റ് കിടന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഞാൻ ഇതാ പുട്ടിനൊക്കെ കുഴച്ചു. പുട്ടിൻ്റെ കുറ്റിയിലേക്ക് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദേവുവിന് ചെറുപ്പത്തിൽ നന്നായിട്ട് ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ സ്കൂളിൽ ദേവുട്ടി പ്ലേ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ സ്കൂളിലൊക്കെ ഉള്ള മെയിൻ ഭക്ഷണം ഇതാണ്. ഇത് പോർജാക്കി കൊടുക്കും. നല്ല ഹെൽത്തി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഫുൾ ടൈം എന്നല്ല, അവരെ മെയിൻ 2 പ്രാവശ്യമെങ്കിലും സ്കൂളിൽ കൊടുക്കുന്ന സാധനമാണ് ഇതിൻ്റെ പോർജ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കഴിക്കണം. ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ മുട്ടിയെടുത്ത് അടിച്ച് കഴിഞ്ഞാൽ പോലും പൊട്ടത്തില്ല. അത്രയ്ക്ക് ഹാർഡാണ് കേട്ടോ സാധനം. ഇതൊന്നും ഒരു പീസോ 2 പീസോ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കേ വിശക്കത്തുള്ളൂ. അത്രക്കും ഹെവിയാണ് സാധനം. അപ്പോൾ കടലക്കറി ഉണ്ടാക്കി പുട്ടുണ്ടാക്കി. അപ്പോഴേക്കും ദൈവവും പല്ലൊക്കെ തേച്ച് വന്നിട്ടോ. സ്കൂളിൽ പോകണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. വെക്കേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് ഇത്തിരി മടിയാണ് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. 2 ദിവസം ആകുമ്പോൾ അങ്ങ് ശരിയാവും കേട്ടോ. അപ്പോഴൊക്കെ അവർ പുട്ടൊക്കെ കഴിച്ച് പോകട്ടോ. ആ സമയത്ത് ക്യാമറ വെക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇതായിട്ടുണ്ട് ലഞ്ച് ഞാൻ പാക്ക് ചെയ്യാണ്. ചോറ് ഞാൻ വെച്ചായിരുന്നല്ലോ രാവിലെ. പിന്നെ നമ്മുടെ ചെമ്മീൻ കറി ഉണ്ടായിരുന്നു. ചെമ്മീൻ വറ്റിച്ചതുണ്ടായിരുന്നു, മുളകിട്ട് വറ്റിച്ചത്. അപ്പോൾ അതും വെക്കുന്നുണ്ട്. പിന്നെ തോരൻ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ. ഇവിടെ പാറൂട്ടിക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു തോരനാണ്. നമ്മുടെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചോറ് ഞാൻ പാക്ക് ചെയ്തു. ഇതേപോലെ കറിയും ഞാൻ പാക്ക് ചെയ്തു. പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തോരൻ ഉരുളക്കിഴങ്ങ് ഇത് ഇട്ടിട്ട് ഉണ്ടാക്കിയ തോരനാണ്. അപ്പോൾ അതും പാക്ക് ചെയ്ത് അവർ പോയ കേട്ടോ. അവർ പോയതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അവർ പോയതിന് ശേഷം എൻ്റെ കിച്ചൺ വൃത്തിയാക്കലാണ് അടുത്ത പരിപാടി. ഇപ്പോൾ ചൂടായതുകൊണ്ട് ഇത്തിരി നേരം തുറന്ന് വെച്ചിട്ട് പിന്നെയാണ് ഞാൻ അടച്ചത് കേട്ടോ. പിന്നെ അവർ പോയതിന് ശേഷമുള്ള എൻ്റെ കിച്ചൻ്റെ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയ പരിപാടി, ഈ കിച്ചണൊന്ന് ക്ലീൻ ചെയ്തെടുക്കൽ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പാത്രമൊക്കെ കഴുകാൻ തുടങ്ങി. പാത്രമൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ ചായ കുടിക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ചായ കുടിച്ച് വരുമ്പോൾ നമുക്കൊരു സമാധാനമാണ് കിച്ചൺ കാണുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പാത്രമൊക്കെ കഴുകി. ഇത് സ്പീഡ് അടിച്ച് പോയതാണ് കേട്ടോ. ഒരു 10, 15, 20 മിനിറ്റ് വേണം കിച്ചണൊന്ന് അരമണിക്കൂറോളം വേണം കിച്ചണൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ കഴുകി. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ പറയണം കേട്ടോ. അപ്പോൾ ഇതാ പുട്ടും നമ്മുടെ അടിപൊളി കടലക്കറിയും കൂട്ടി ഞാൻ കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ആഫ്രിക്കൻ മലയാളി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ഇട്ട് നമുക്ക് നാളെ കാണാം. ടേക്ക് കെയർ, ലവ് യു ഓൾ, ടാറ്റാ.